സുഹൃത്തുക്കളെ, പാണക്കാട്ട് തങ്ങന്മാരെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ടിക്ടോക്കിൽ ഞാനങ്ങനെ മറ്റു മതങ്ങളെ വിമർശിച്ചൊന്നും ഇടാറില്ല. കാരണം ടിക്ടോക്ക് പ്രത്യേകിച്ചിട്ട് നോക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിലാണ്. ഗൾഫ് രാഷ്ട്രങ്ങളിലാണെങ്കിൽ മുസ്ലിങ്ങൾക്കാണ് ഭൂരിപക്ഷം. അപ്പോൾ നമ്മളെപ്പോഴും ഭൂരിപക്ഷ തീവ്രവാദികളോട് കളിച്ചിട്ടാണ് ഞാൻ എൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യവും. ഇവിടെ ഇന്ത്യയിൽ സംഘികളെ പേടിച്ച് തൂറി നിൽക്കുന്ന മുസ്ലിം ലീഗുകാരെ ഒന്നും ഭയപ്പെടേണ്ട കാര്യം എനിക്കില്ല. അവരെ അങ്ങനെ വല്ലാതെ വിമർശിക്കേണ്ട കാര്യം എനിക്കില്ല. പക്ഷേ ഇവന്മാരെയൊക്കെ ഗൾഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവന്മാർക്ക് ശൗര്യം കൂടും. കാരണം എന്താ, അവിടെയുള്ള ഭരണാധികാരികളും ഇവരെ പോലെയുള്ള പന്നികളാണ്. അപ്പോൾ ഈ പന്നികൾ കൂട്ടം കൂടിയിട്ടാണ് ആക്രമിക്കുന്നതും. അങ്ങനെയാണല്ലോ ദുബായിലൊക്കെ ഇവൻ്റെയൊക്കെ ആ ഒരു ഭീഷണിയും അതൊക്കെ ഞാൻ കണ്ടതാണല്ലോ. 686 ദിവസം ജയിലിനകത്തും പുറത്ത് തന്നെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ഈ മുസ്ലിം ലീഗ്, KMCC എന്നൊക്കെ പറയുന്ന തീവ്രവാദി ഭീകരവാദ സംഘടനകളുണ്ട്. കേരളത്തിൽ അവർക്കത് പറ്റില്ല, ആവതില്ല. അപ്പോൾ യേശു യുദ്ധം നയിച്ചിട്ടില്ല എന്ന് ക്രിസ്ത്യാനികൾ പറയാറുണ്ട്. ആകെ 10 അനുയായികൾ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പലരും ഒറ്റക്കാരായിരുന്നു. യേശുവിനെ കുരിശിൽ തറക്കുമ്പോൾ പോലും എതിർക്കാൻ ഒരു അനുയായി പോലും ഉണ്ടായിരുന്നില്ല. ആ യേശു എങ്ങനെയാണ് യുദ്ധം നയിക്കുക? അപ്പോൾ ആവതില്ലായിരുന്നു. മുഹമ്മദിന് മക്കയിൽ യുദ്ധം നയിക്കാനുള്ള ആവതും ഇല്ലായിരുന്നു. അതുകൊണ്ട് മക്കയിൽ മുഹമ്മദ് വളരെ സമാധാനപ്രിയനായിരുന്നു. മദീനയിൽ അവിടെയുള്ള ജൂതന്മാരെയും അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാരെയും ഒക്കെ സ്വാധീനിച്ച് അവിടെ ഒരു ഭരണാധികാരി പട്ടം കിട്ടിയപ്പോൾ മുഹമ്മദ് തൻ്റെ സ്വഭാവം കാണിച്ചു. അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ കാസൻ തീവ്രവാദികളെയും സംഖ്യകളെയൊക്കെ അകറ്റി നിർത്തുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഇവരോട് പറയാനുള്ള ധാർമ്മികത വേണം. മുഹമ്മദ് സഫിയെയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അടിമകളാക്കി ചിലപ്പോഴൊക്കെ കൊന്നു. അപ്പോൾ അതിനെതിരെ എനിക്ക് ധാർമ്മികത ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പലസ്തീനിലെ കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ ഞാൻ എതിർക്കുന്നത്, അതും ശക്തമായിട്ട് എതിർക്കുന്നത്. കാരണം എനിക്ക് ആ ധാർമ്മികത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അത് നാസ്തിക മോർച്ചക്കാർക്കും കാസൻ സംഖ്യകൾക്കും ഇല്ല. അവർ വർഗീയവാദികളാണ്. തെറ്റ് ആര് ചെയ്താലും തെറ്റാണ് എന്ന് പറയാനുള്ള ധാർമ്മികത നമ്മൾ കൈമോശം വരുത്തരുത്. അതുകൊണ്ടാണ് ഞാൻ അവരെ എതിർക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ടിക്ടോക്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ആൾക്കാരൊക്കെ അങ്ങ് വയലൻ്റായി. അപ്പോൾ ഞാനത് കാണിക്കാം. അപ്പോൾ ഇതാണ് ആ വീഡിയോ. ഇത് ടിക്ടോക്കിൽ ഉള്ളതാണ്. ഇത് എനിക്ക് എൻ്റെ പങ്കാളി അയച്ചു തന്ന, ഫോർവേഡ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ വാട്സാപ്പിൽ ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ലൈവായിട്ട് ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ പങ്കാളി എഴുതുന്ന വീഡിയോ ആണ്. ആളുടെ വീട്ടിൽ ഇങ്ങനെ ഇവർ വിളിച്ചിട്ട് ഇങ്ങനെ ഇത് മുസ്ലിം തീവ്രവാദികൾ ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അതൊരു വേറെ വിഷയമാണ്. അപ്പോൾ പങ്കാളിയുടെ വീട്ടുകാരെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക, അങ്ങനെയൊക്കെയുള്ള ചില വൃത്തികെട്ടന്മാരൊക്കെ ഉണ്ട് ഇവർ. അത് വിഷയമല്ല, അതൊക്കെ നമ്മൾ അതിൻ്റെതായ രീതിയിലൊക്കെ നേരിടും. അപ്പോൾ ഇതാണ് ഞാൻ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നമുക്കതൊന്ന് പ്ലേ ചെയ്തിട്ട് നോക്കാം. പാണക്കാട്ടുകാരെ വിമർശിക്കാൻ പാടില്ല എന്ന് കേരളത്തിലൊരു തിട്ടൂരുണ്ട് അത്രേ. അതെന്താ വിമർശിക്കാൻ പാടില്ലാത്തത്? കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും വിമർശിക്കപ്പെടാറുണ്ട്. അറേബ്യൻ ഭീകരൻ മുഹമ്മദ് എന്ന അറേബ്യൻ ഭീകരന്റെ, കൊള്ളക്കാരന്റെ, അടിമഭോഗിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന പാണക്കാട്ടെ നാറികളെ പേറുന്ന. നമുക്കിവിടെ കമന്റ്സുകൾ വായിക്കാം. കമന്റ്സ് വായിക്കാൻ ഭയങ്കര രസമാണ്. ഈ വീഡിയോ 38,000 പേര് കണ്ടിട്ടുണ്ട് ടിക്ടോക്കിൽ. പിന്നെ എനിക്കിഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ടോക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്തിട്ട് ഇവർക്ക് വാട്സാപ്പിലൂടെ പ്രചരിപ്പിക്കാൻ പറ്റും. അതിന് പ്രത്യേക ആപ്പുകളൊന്നും ആവശ്യമില്ല. ടിക്ടോക്കിൽ തന്നെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ നിന്നോട് ആരാ പറഞ്ഞത് പാണക്കാട്ടുകാർ മുഹമ്മദിൻ്റെ പാരമ്പര്യമാണെന്ന്? ഇത് അടുത്ത് തന്നെ അനുഭവിക്കും. ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മനുഷ്യന്മാരെ. റെസ്റ്റ് ഇൻ പീസ്. എല്ലാവരും റെസ്റ്റ് ഇൻ പീസ്. നിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഓക്കെ, നിനക്ക് കാണിച്ചു തരൂ. പാട്ടി മഹല്ലുകാർ ഇത് കാണുന്നുണ്ടോ? നിയമത്തിന് മുന്നിൽ കൊണ്ടുവരൂ. എന്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ? മുഹമ്മദ് ഭീകരനാണെന്നുള്ള നിയമത്തിന് മുന്നിൽ ഞാൻ തെളിയിക്കും. ദുബായ് നിയമത്തിന് മുന്നിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തെളിവുകളടക്കം. ബുലുഗുൽ അൽമറാം എന്നുള്ള പുസ്തകം ഉയർത്തിക്കാട്ടി ദുബായ് ജഡ്ജിൻ്റെ മുന്നിൽ മുഹമ്മദ് ഭീകരനാണ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് ഈ ഇരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ ദുബായ് ജയിലിൽ ഞാൻ അപ്പിയർ ചെയ്ത വീഡിയോ കോൺഫറൻസ് ആയിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ അവിടെ ജയിലിൽ രേഖകളിൽ കാണേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കൂ. ഇവനെ ജിന്ന് കൊണ്ടുപോകും. ഭീഷണി. കഞ്ചാവടിച്ച വട്ടായതാണ്. കഞ്ചാവടിച്ച വട്ടായ ഖുറാനൊക്കെ ഇറക്കേണ്ടതല്ലേ? ഞാൻ 7 ആകാശത്ത് ഒറ്റ രാത്രി 1/2 മിനിറ്റ് കൊണ്ട് പോയി ടെറസിലിരിക്കുന്ന പടച്ചോനെ കണ്ടു എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കഞ്ചാവടി. കണ്ടോ, അത് കഞ്ചാവ് വേറെ വരുന്നുണ്ട്. നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കണം. മാപ്പ്. അത് മാപ്പ് പറയാൻ ഞാൻ മുസ്ലിം ലീഗുകാരനോ അല്ലെങ്കിൽ മറ്റേ ആളൊന്നുമല്ല. ഇവനെ പൊക്കിയോ? ജയിലിൽ നിന്നും എന്നാ പുറത്തിറങ്ങിയത് ഒരാൾക്ക് മാത്രം അറിയാം, ഓർമ്മയുണ്ട്. അന്ന് അയാളൊരു സെക്കൻഡ് ഷോക്ക് പോയിരുന്നെങ്കിൽ അത് ഓക്കെ, ഞാനൊന്നും പറയുന്നില്ല. കാരണം ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ആരാടാ? ഇവന് എത്രയും പെട്ടെന്ന് പണി കൊടുക്കണം. കാരണം പണി നമ്മൾ ഭീകരവാദികളാണ്.
ഈ പട്ടി എവിടെയാ ഉള്ളത് ചേട്ടാ, നീ ഇത്ര കഥ പതിച്ചോ, കൊള്ളാം, എന്താ സംസാരം. കുറേ ആൾക്കാർ ചിരിക്കുന്നു, കുറേ ആൾക്കാർ ലൈക്കൊക്കെ തന്നിട്ടുണ്ട്. ടിക്ടോക്കിൽ ലൈക്ക് അടിക്കാനുള്ള ധൈര്യവും ഒരു ധൈര്യം തന്നെയാണ്, അത് പരസ്യമായിട്ട് 360 പേരെന്താ കണ്ടോ ലവ് അടിച്ചിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ തോന്നുന്നു. ഇങ്ങനെ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കാണും, അവരെന്തെങ്കിലും ചെയ്താൽ വിവരം അറിയും, അത് വേറെ കാര്യം. ഇവൻ്റെ ജീവിതം കഴിഞ്ഞു, പ്രവാചകാവഹേളനം, ഇവൻ അറിയുന്ന മുന്നിൽ ഇവൻ ഏത് ഗർഭപാത്രത്തിലുണ്ടായത്, ആ സമയത്ത് വല്ല വാഴയും നട്ടിരുന്നെങ്കിൽ ഉമ്മാക്ക് സ്വർഗം കിട്ടുമായിരുന്നു. ഇത് ഏതാ, ഇവനധികം ആയുസ്സില്ല, ഇവനൊക്കെ എന്തിനാണ് മുസ്ലിങ്ങളെ പേടിക്കുന്നത്, ഏതാ ഈ തീട്ടം. തീർച്ചയായിട്ടും മനുഷ്യർ ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ വിസർജ്യമാണ് അല്ലേ. വിസർജ്യം എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യൻ പുറത്ത് കളയുന്ന ഒരു സാധനം. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഞാനും വിസർജ്യമാണ്, എല്ലാ മനുഷ്യരും വിസർജ്യമാണ്. തീട്ടവും മൂത്രവും കഫവും ഒക്കെ വിസർജ്യങ്ങളാണ്, അതേപോലുള്ളൊരു വിസർജ്യമാണ് മനുഷ്യനും, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ ആളാവേണ്ട കാര്യമൊന്നും ഇതിലില്ല. പാട്ടി സാങ്കേ സഖാവ് പാട്ടി, സഖാവ് ഒന്നുമല്ല, സഖാവ് എന്ന് പറഞ്ഞിട്ട് എന്നെ അപമാനിക്കരുത്. ഖാദർ, അബ്ദുൽ ഖാദർ പുതിയങ്കാടി ഒരു മതേതരനായ, പക്കാ മതേതരനായ, ഇതുവരെ നിസ്കരിക്കുകയോ അമ്പലത്തിൽ പോവുകയോ കഴിഞ്ഞ 8 വർഷമായിട്ട് അമ്പലത്തിൽ പോവുകയോ പള്ളിയിൽ പോവുകയോ ഒന്നും ചെയ്യാത്ത, ഒരു സാഹചര്യത്തിലും നിസ്കരിച്ചിട്ടില്ലാത്ത ഒരാൾ, അതാണ് അബ്ദുൽ ഖാദർ. തികഞ്ഞ മതേതരനാണ്. അപ്പോൾ സഖാവ് സംഖ്യ എന്നൊക്കെ വിളിച്ചിട്ട് അത് കുഴപ്പമില്ല, പക്ഷെ ഞാനല്ല. സഖാവ് ഒന്നും തീരെ വിളിക്കരുത്. കുറെ കൂട്ടം കൂടിയിട്ട് നാട് തകർക്കുന്ന, യൂണിയൻ കളിക്കുന്ന നാറികൾ, അവരെ അങ്ങനെ സഖാക്കളെ പറ്റി എനിക്ക് പറയാനുള്ളൂ. അബ്ദുൽ ഗഫൂർ, ഇവൻ ഏത് ലഹരി ഉപയോഗിച്ചാലും ശരി, ഇവൻ ജീവിതത്തിൽ ആദ്യം കുടിച്ച മുലപ്പാൽ മുഴുവൻ തീർച്ചയായും ഇവനെ കൊണ്ട് ഛർദ്ദിപ്പിക്കണം. നീ പോടാ പന്ന നായെ, ആരാ നീ നായിൻ്റെ മോനെ, പോടാ കുണ്ണേ. ഡോണ്ട് കീപ് ദിസ് ബാസ്റ്റേർഡ്, ഏതാ ഈ നായിൻ്റെ മോൻ. ഉമ്മയുടെ സമ്മതമില്ലാതെ ബാപ്പ അടിച്ചു വെച്ച് പണിഞ്ഞാൽ ഇവനെ പോലെയുള്ള പിഴച്ച മക്കളുണ്ടാവും. വെരി ഗുഡ്, വെരി വെരി ഗുഡ്, നൈസ് കമാൻഡ്സ്. ആരും പ്രതികരിക്കരുത്, ഇവന് ഭ്രാന്താണ്. ഇവന് ഒരു ഭ്രാന്തുമില്ല. ഭ്രാന്താണെന്ന് പറഞ്ഞാൽ ഇവനെ വിട്ടാലും ഇവൻ ഇതിലും വലുത് പറയും. മുസ്ലിങ്ങൾ മുഴുവൻ നാറികൾ എന്നല്ലേ ഈ ചെറ്റ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഭീഷണിപ്പെടുത്തലുകളൊക്കെ നടത്തുന്ന മുസ്ലിങ്ങൾ നാറികൾ തന്നെയാണ്, അതിൽ യാതൊരു തെറ്റുമില്ല. ഇതിൻ്റെ ആയുസ് ഇനി എണ്ണിയാൽ മതി, 15 ദിവസം മാത്രം. അഡ്വാൻസ് ആദരാജ്ഞ. ഭീഷണി ഭീഷണി ഭീഷണി, ഡണ്ട് ഡണ്ട് മാൻ. ഏതാ ഈ പൊല ഊള, ഏതാ ഈ ചെറ്റ, ഇവളെന്താണ് അതിൻ്റെ ഇടയിൽ മെസ്സേജ് ഇടുന്നത്. നീ ഗൾഫിൽ ജയിൽ കിടന്നൊന്നും മറന്നിട്ട് തീർച്ചയായിട്ടും മറക്കാൻ പറ്റില്ല. 686 ദിവസം കുബൂസും കഴിച്ചിട്ട് ഒരു നാട്ടിൽ 4 ദിവസം ജയിലിൽ കിടന്നിട്ട് അത്യാവശ്യം നല്ല അയില, പിന്നെ രാവിലെ ഉപ്പുമാവ്, കടൽക്കറി, നാവിന് രുചിയുള്ള നമ്മുടെ നാട്ടിലെ ഭക്ഷണമാണ്. ദുബായിലാണെങ്കിൽ നാവിന് തീരെ രുചിയും ഇല്ല, അങ്ങനെയുള്ളൊരു ഭക്ഷണം കഴിച്ചിട്ട് ജീവിച്ചു, പിന്നെ എങ്ങനെ മറക്കാനാ. അതും മുസ്ലിം തീവ്രവാദികളുടെ കൂടെ. ഇവന്മാർക്ക് കൊന്നാലും കുഴപ്പമില്ല, ബലാത്സംഗം ചെയ്താലും കുഴപ്പമില്ല, മുസ്ലിമിനെ തന്നെ കേട്ടോ. പക്ഷെ മുഹമ്മദിനെ പറഞ്ഞെന്ന് പറഞ്ഞ ഇവന്മാരുടെ ഭ്രാന്തങ്ങ് ഇളകും. ഇത് എന്ത് അസുഖമാണെന്ന് അറിയില്ല, ചികിത്സയുണ്ട്, ചികിത്സിക്കും. ആദ്യം നിന്റെ അച്ഛനോട് ചോദിക്കുന്നു ഏത് ജാതി, ഇവന്റെ നാട്ടിൽ ആണുങ്ങളില്ല, എന്താടാ പെണ്ണുങ്ങളുണ്ടായാൽ. നായിൻ്റെ മോനെ, നീ അടിച്ച സാധനത്തിന്റെ പേര് അല്ല നായിൻ്റെ പണി അറബിക്ക്. ഏതായി ചെറ്റാ, പോടാ പോയി പഠിക്ക്. നായി എവിടെയാ, ഈ സെപ്റ്റി ടാങ്കിൽ ജനിച്ച ഈ നായിൻ്റെ മോനുള്ള പോടാ ചിലക്കാതെ. അതെന്താടാ നായ നീ പറയുന്നത്, നീ ആരാടാ തങ്ങന്മാരെ പറയാൻ. പിണറായി എത്ര നാൾ ഉണ്ട് ഇതുപോലെ വർഗീയ കൂടിക്കൊണ്ടേയിരിക്കും. ഏതേതാ ശവന്തീനി, ഏതാണ് ഈ നായ. വെറുതെ ചുമ്മാ, ഇവന്റെ തന്തക്കും തള്ളക്കും ഒരു മെമ്പർ കുറയുമായിരിക്കും. ഇവന്റെ ജീവിതം നായ നക്കിയ ജീവിതം. ഇവനെ ഉണ്ടാക്കിയവൾ പന്നി കയറിയിട്ട് ഉണ്ടാക്കിയതാണ്. പന്നിക്ക് ഉണ്ടായ പന്നിയുടെ മോൻ തുഫ്. വെരി ഗുഡ്, ദാറ്റ് ഈസ് നൈസ് കമൻറ്റ്സ്. ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഇട്ടിട്ട് എന്നെ ആവേശം കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പള്ളിയിൽ നിന്ന് സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നുണ്ടെന്നറിയില്ല, ബാങ്ക് കൊടുക്കുകയാണ്. ഒരു പള്ളിയിൽ നിന്നല്ല, ഒരുപാട് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ആൾക്കാരെ സൗണ്ട് പൊല്യൂഷൻ, മനുഷ്യന്മാരുടെ ജീവിതത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരുപാട് പേർ ഇവിടെ ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ചിലപ്പോഴൊക്കെ ഇതൊന്നും കൂടി പറഞ്ഞിട്ട് നിർത്തുക. ഞാൻ വ്യക്തികളെ തെറി വിളിക്കാറില്ല. ഞാനിങ്ങനെ ചില കാര്യങ്ങളൊക്കെ എൻ്റെ പ്രതിഷേധം തെറികളുടെ രൂപത്തിൽ പറയാറുണ്ട്. അത് കേൾക്കുന്ന പലർക്കും അരോചകമായിട്ട് തോന്നും. അല്ല, ഇപ്പോൾ ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിക്കേണ്ടത് റോഡ് ബ്ലോക്ക് ആക്കിയിട്ടാണോ? അല്ലല്ലോ. അപ്പോൾ ഈ തെറികൾ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ മറ്റുള്ളവരെ അലോസരപ്പെടുത്താനും അവരുടെ മനസ്സിൽ ആഴത്തിൽ തറപ്പിക്കാനുമാണ് കാര്യങ്ങളൊക്കെ. ഒരു ആയുധമാണ്, നമ്മൾ കത്തി പോലെ ഒരു ആയുധം. അപ്പോൾ ആയുധം ഞാൻ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ അതിന് എനിക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. അത് ഒരു വിഷയമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട്. നമുക്കത് ആലോചിക്കാവുന്നതുമാണ്. പക്ഷേ നോക്കാം. അപ്പോൾ ശരി.